താങ്കൾ ഈ രാജേഷ് കൃഷ്ണയെ കുറിച്ച് ഒരു ചിത്രം വരച്ചു കാട്ടിയിട്ടുണ്ട്. അതൊരു പ്രവാസി വ്യവസായി, ദുരൂഹതകൾ ഏറെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ദലാൽ മോഡൽ ടൈപ്പുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ രാജേഷ് കൃഷ്ണ താങ്കൾക്ക് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ മമ്മൂട്ടിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ രാജേഷ് കൃഷ്ണയിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ അത്രത്തോളം വിശ്വസനീയമാണോ? അല്ല, വിശ്വസനീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം വിശ്വസിക്കേണ്ട ചില തെളിവുകൾ നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാള് നമ്മളെ അടുത്ത് വേറൊരു സ്ഥലത്താന്നും പറഞ്ഞിട്ട് പോകുന്നു, പക്ഷെ ആ സ്ഥലത്ത് ആളില്ല, വേറൊരു സ്ഥലത്താണ് അവരുണ്ടായത്. ആ സ്ഥലത്ത് അന്ന് വേറെ ആരാണോ കൂടെ ഉണ്ടായതെന്ന് നമുക്കറിയാം. അതിന്റെ ഓൾറെഡി അതിന്റെ തെളിവ് നമ്മളതിലുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ സംശയങ്ങൾ എന്താ നമുക്ക് വേണ്ടത്? ആ കാര്യത്തിൽ ഞാൻ രാജേഷ് കൃഷ്ണ ഓക്കെ, അവൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതായിരിക്കാം. പക്ഷെ അതിലും വലിയ കാര്യങ്ങൾ ഇപ്പൊ രാജേഷ് കൃഷ്ണക്കെതിരെ എന്റെ പരാതി ഹൈക്കോടതിയിലുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയും കൂടെ അതിന്റെ ഹിയറിംഗ് ആയിരുന്നു. 12-ാം തീയതിയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ കക്ഷികളായിട്ട് ഇൻകം ടാക്സും ഇഡിയും എല്ലാവരെയും ചേർത്തിട്ടുണ്ട്. അത് അതിൻ്റെതായ വഴിക്ക് പോകുന്നുണ്ട്. എന്റെ ബാങ്ക് അക്കൗണ്ടും ഞങ്ങളുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കള്ളപ്പണവും കാര്യങ്ങളും അതൊക്കെ വേറെ വഴിക്ക്, അതൊക്കെ വളരെ കൂടെ പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഉള്ളി തന്നിരിക്കുന്ന ഈ തെളിവുകൾ പിന്നെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം അത് വെച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന്റെ സപ്പോർട്ടിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പുള്ളിന്റെ ഇന്റൻഷൻ രണ്ടായിരിക്കാം. ചിലപ്പം മമ്മൂട്ടിനെയും കൂടെ ഉൾപ്പെടുത്തിയും കൊണ്ട് ഇത് ഡൈവേർട്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കാം. അല്ലെങ്കിൽ പുള്ളിക്ക് ചിലപ്പോ ഞാൻ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂട്ടി അടക്കമുള്ള ഒരു സെറ്റപ്പാണല്ലോ, ഇനിയിപ്പോ ഞാൻ ഇതിനെതിരെ കളിച്ചിട്ട് എനിക്കൊന്നും നേടാൻ പോകുന്നില്ല, ഞാൻ ജയിക്കാൻ പോകുന്നില്ല, അപ്പൊ ഞാൻ മതിയാക്കി പോവും, ഇങ്ങനെ രണ്ട് ഉദ്ദേശമായിരിക്കാം. അല്ലെങ്കിൽ പുള്ളിന്റെ പേര് മാറ്റി മമ്മൂട്ടിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോട്ടെ, പുള്ളിന്റെ പേര് അങ്ങനെ പറയണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ പല ഉദ്ദേശങ്ങളായിരിക്കാം. യൂട്യൂബ് ഇന്റർവ്യൂ വന്നതിന് ശേഷം പുള്ളി എന്റെ ഒരു വോയിസ് റെക്കോർഡ് 2021 സെപ്റ്റംബറിൽ സംസാരിച്ച വോയിസ് റെക്കോർഡാണ്. അതിന്റെ ശേഷം ഞങ്ങൾ തമ്മിൽ ഫോണിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം ബ്ലോക്കാണ്. ഞാൻ ബ്ലോക്ക് ചെയ്തല്ല, പുള്ളി തന്നെ ബ്ലോക്ക് ചെയ്തതാണ്. 2021 നമ്മൾ സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡ് പുള്ളി ഫേസ്ബുക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് ഈ പി വി അൻവർ അടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. പി വി അൻവർ അടക്കം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. പി വി അൻവർ അങ്ങനെ പല ആൾക്കാരും അത് ഷെയർ ചെയ്തു. അതില് ഞാൻ പുള്ളിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പുള്ളി എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മറുനാടിന്റെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ യൂട്യൂബിന്റെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ച പോലെയുള്ള രീതിയിലുള്ളതാണ് 3 വർഷത്തെ മുമ്പത്തെ സാധനം കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്തിടുന്നത്. ചില വാക്കുകളൊക്കെ കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടിരിക്കുക. അതില് എന്റെ ഒരു കാര്യം ഞാൻ പുള്ളിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാല് ഞാൻ എന്റെ ഫാമിലി, എന്റെ വൈഫായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വന്നു. ഞാൻ ചില സാഹചര്യങ്ങളിൽ എനിക്ക് ഒരിക്കലും ഒരു ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിച്ചു. ആ പ്രതികരിച്ച സമയത്ത് ആണ് ഇവർ MC പെറ്റീഷനായിട്ട് പോകുന്നത്. അവരെ മുമ്പിൽ വേറെ ഒരു മാർഗവുമില്ല. അവർക്ക് മനസ്സിലായി ഞാൻ അവരെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. സ്കൂളിലൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായപ്പോ അവർക്ക് അവിടെ നിൽക്കണം. അവരപ്പോഴത്തേക്ക് ട്രാപ്ഡ് ആണ്. അവരുടെ ബാങ്ക് അക്കൗണ്ട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫണ്ടുകൾ മിസ്യൂസ് ചെയ്തിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ഫണ്ടുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തപ്പോൾ അവർക്ക് രാജേഷ് കൃഷ്ണ കൂടുതൽ അവരെ മേലിൽ പ്രഷർ ചെയ്യാനും തുടങ്ങി. പടം ചെയ്യുന്ന മുമ്പ് നീ ഇവിടുന്ന് പോരുത്, പടം ചെയ്തിട്ടേ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പൊ അവർക്ക് അതിന്റെ അങ്ങനെ വരുന്ന സമയത്താണ് പിന്നെ എനിക്ക് ഈ MC പെറ്റീഷനായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുടുംബാണ് വലുത്, നീ എങ്ങനെങ്കിലും അവന്റെ കാലോ കയ്യോ പിടിച്ചിട്ട് അവന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഫാമിലിനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്, സിനിമയൊക്കെ ചെയ്യാം, എത്രമാത്രം സംസാരിക്കാൻ പറ്റുമോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവനെ കാണാൻ ഇവിടുന്ന് കാർ എടുത്തിട്ട് അവൻ ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോയി ഡ്രൈവ് ചെയ്തിട്ട് ഒറ്റക്ക്. ബാംഗ്ലൂരിൽ അവനുള്ള ഹോട്ടലിൽ ഏതോ ഒരു വലിയ 7 സ്റ്റാർ ഹോട്ടലായിരുന്നു. അവിടെ പോയി ഞാൻ കണ്ട് സംസാരിച്ചു. ഇത്രയൊക്കെ എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലി ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നോട് അവര് പറഞ്ഞു, നിന്റെ മുമ്പിൽ ആകെ ഉള്ളത് അവന്റെ കാല് പിടിക്കുക എന്നുള്ളതാണ്, മെല്ലെ ഊരി കൊണ്ടുവരാ, നടന്ന് ഊരി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ഫാമിലി കുടുംബത്തിന് കിട്ടും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് സംസാരിച്ച വളരെ റിക്വസ്റ്റ് ആയിട്ട് സംസാരിച്ച ഒരു പിന്നെ വോയിസ് റെക്കോർഡാണ് പുള്ളി അന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വൈറലാക്കിയത്. ഞാൻ പുള്ളിയുടെ ഇന്റർവ്യൂവിന്റെ മുമ്പ് പുള്ളിനെ കണ്ടുപിടിച്ച് ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്നിട്ട് പുള്ളി നിൽക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് പോയെന്നുള്ള രീതിയിൽ മാറ്റി തീർന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകളൊക്കെ മേ ബി ഒരു പ്രോ സംഘപരിവാർ
ആയിരിക്കാം, ഇപ്പൊ ജനം അല്ലെങ്കിൽ മറ്റേ മറുനാട്. അപ്പൊ അതില് ഒരു പ്രൊപ്പഗണ്ട ഇവരുണ്ടാക്കുന്നുണ്ട്. BJP ട്രാപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സംഘപരിവാർ ട്രാപ്പ് ചെയ്ത് അവരുടെ ചാനലിൽ മാത്രമേ അവൻ സംസാരിക്കുന്നുള്ളൂ. അതിന് മറുപടി എനിക്ക് പറയാനുള്ളത്, ഒരു സുപ്രഭാതത്തിൽ പോയി സംസാരിച്ചതല്ല. ഞാൻ വളരെ കാര്യങ്ങളായിട്ട് സംസാരിച്ച അദ്ദേഹം ആദ്യം പറഞ്ഞു ഈ ഫാമിലി മാറ്റർ നമ്മൾ ചെയ്യില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നീട് അവർക്ക് ബോധ്യമായി ഇത്രയും വലിയ പ്രശ്നമാണെന്ന് കണ്ടപ്പോൾ സമ്മതിച്ചത്. അതിന്റെ മുമ്പ് മനോരമന്റെ ബ്യൂറോ ചീഫിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ജയൻ മേനോൻ, കോഴിക്കോട്. മനോരമയുടെ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണം റിപ്പോർട്ട് ചെയ്യുന്ന ജിജോ ജോണിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൊച്ചി ഓഫീസിൽ പോയിട്ട്. പിന്നെ മീഡിയ വണ്ണിലെ നൗഫൽ എന്ന് പറയുന്ന റിപ്പോർട്ടറായിട്ട് ഞാൻ പല കാര്യങ്ങൾ ഷെയർ ചെയ്തു. എൻ്റെ അടുത്തുനിന്ന് എല്ലാ ഇൻപുട്സും അവർ വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു ഇല്ല, എഡിറ്റോറിയൽ ബോർഡ് തയ്യാറല്ല, കാരണം ആ ഭാഗത്ത് മമ്മൂക്കയാണ്, അവർക്ക് അവരുടെ മഹാനാണ് ആ ഭാഗത്തുള്ളത്, അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പച്ചക്ക് പറഞ്ഞു. അത് ഈ മീഡിയ വണ്ണില് അതിന്റെ ദാവൂദ് എന്ന് പറയുന്ന ആൾ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഷർഷാദ് 4-5 മാസം മുമ്പ് ഞങ്ങളെ സമീപിച്ചിരുന്നു, ഞങ്ങൾ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ മാറ്റിവെച്ച സംഗതിയാണ്. അവരെന്നെ സമ്മതിച്ചാണ്. ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്. പിന്നെ 24 ചാനലിന്റെ ചെന്നൈയിലെ റിപ്പോർട്ടർ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തുനിന്ന് സകല ഡാറ്റയും വാങ്ങിച്ചു. സാമ്പത്തിക സഹായം വരെ എന്റെ അടുത്തുനിന്ന് പറ്റി. അവസാനം അവിടെ എത്തിയപ്പോൾ എഡിറ്റോറിയൽ ബോർഡ് സംഗതി പറ്റില്ല, കാരണം ആ ഭാഗത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണ്, ചെയ്യാൻ പറ്റില്ല, തിരിച്ചയച്ചു. പിന്നെ എനിക്ക് എവിടെയാണോ സ്പേസ് കിട്ടുന്നത് ഞാൻ അവിടെ പോയി സംസാരിക്കണ്ടേ, പുറലോകത്ത് കൊണ്ടുവരണ്ടേ. അപ്പൊ ഇവരെന്തിനാണ് ഞാൻ ഈ പോകുന്ന ചാനലിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം? മനോരമ ചെയ്തില്ല, മാതൃഭൂമി എനിക്കറിയില്ല, കോണ്ടാക്ട് ഇല്ല, മീഡിയ വൺ ചെയ്തില്ല, പിന്നെ 24 ചെയ്തില്ല. ഇതിന്റെ അപ്പുറം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോ ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരായ താങ്കളുടെ പരാതികൾ മമ്മൂട്ടി അവഗണിച്ചു എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും തരത്തിൽ രാജേഷ് കൃഷ്ണ മമ്മൂട്ടിയെ ട്രാപ്പിലാക്കിയത് കൊണ്ട് മാത്രമല്ല എന്നും താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പൊ താങ്കൾക്ക് മമ്മൂട്ടിക്കെതിരെ കിട്ടിയിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകളിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രാജ്യവിരുദ്ധ ഹവാല ഇടപാടുകൾ, ആ രീതിയിലുള്ള തെളിവുകളാണോ, അതോ ഈ പറയുന്ന ബ്ലാക്ക്ബെറി മോഡലിലുള്ള തെളിവുകളാണോ? അല്ല, ഹവാലാന്റെതല്ല, ബ്ലാക്ക്ബെറി മോഡലുള്ള തെളിവുകളാണ്. ഹവാലന്റെ ഒക്കെ ഉണ്ട്. ഞാൻ ഇതിലൊരു കാര്യം പറയാം. ഈ രാജേഷ് കൃഷ്ണന് ഞങ്ങളെ ലൈഫിലേക്ക് രാജേഷ് കൃഷ്ണ വരുന്നത് പിന്നെ 2018 18 ഞാനത് മുമ്പത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു പാർലമെന്റ് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗോവിന്ദമാഷയുടെ മകൻ മുഖേനയാണ് പരിചയം. ആ പരിചയം പക്ഷെ അങ്ങനെ പോയി. വീണ്ടും നമുക്കൊരു പ്രൊഡ്യൂസർ അടുത്തുനിന്ന് എന്റെ വൈഫിന് ഒരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത്, അത് ഈ ഹേമ കമ്മിറ്റി പോലത്തെ ഒരു ഇഷ്യൂ ആണ്, അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ആണ് കൂടുതൽ നമ്മളായിട്ട് അടുക്കുന്നത്. പിന്നെ ഈ ഗോവിന്ദമാഷ മകന്റെ ഒരു സാമ്പത്തിക ഇടപാട്, നമ്മുടെ നാട്ടുകാരന് ഒരാളെ പറ്റിച്ച ഒരു ഇടപാടുണ്ടായിരുന്നു, അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത് ഇത്രയും ബന്ധത്തിന്റെ ശേഷം. പിന്നെ ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സായി. പുള്ളിയുടെ ബിസിനസ് ഇവിടെ ചെന്നൈയിൽ ബ്രാഞ്ച് തുടങ്ങി, ബിസിനസ് നല്ല രീതിയിൽ ചെയ്തു. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി ഞങ്ങളെ സ്പേസിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഫ്രണ്ട്സ്, നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആയതിനു ശേഷം ഫാമിലിയിൽ കൊണ്ടുവന്നു, പരിചയപ്പെടുത്തി, അങ്ങനെയാണ് പോകുന്നത്. 2018 മാർച്ചിന്റെ മുമ്പോ അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ മുമ്പോ പുള്ളിയെ ആരുമല്ല ഞങ്ങളുടെ ഫാമിലി, ഞാൻ കോണ്ടാക്ട് പോലും സേവ് ചെയ്തിട്ടില്ല. അപ്പോ പുള്ളി 2013 മുതൽ നടന്ന മമ്മൂട്ടിന്റെ ചില ഇൻസിഡന്റുകൾ എനിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഒന്നിക്കുണ്ടെങ്കിൽ അത് ഈ എന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ഇനി മമ്മൂട്ടിന്റെ സൈഡിൽ നിന്ന് അത് കിട്ടിയിരിക്കണം. അല്ലാതെ 2018 വന്ന ഒരാൾക്ക് 13 മുതൽ 16, 17 വരെ നടന്ന ഞങ്ങളുടെ ജീവിതത്തിലെ കഥ അറിയാൻ പറ്റില്ലല്ലോ ഒരാൾ പറയാതെ. ഞാൻ എന്തായാലും അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് വളരെ വ്യക്തമായ തെളിവല്ലത്. എന്തായാലും താങ്കൾ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കുമല്ലോ രാജേഷ് കൃഷ്ണയെ മമ്മൂട്ടി പരിചയപ്പെടും. അതെ അതെ, എന്റെ വൈഫാണല്ലോ കൊണ്ടുപോയി, റത്തീനയാണല്ലോ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നത്. കാരണം പരിചയപ്പെടുത്തിയത് തന്നെ അതും ഒരു ട്രാപ്പ്. അതും ഞാൻ മുക്കാന്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസറായി ഇവൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവണമെന്ന് പറഞ്ഞിട്ട് പുഴുവിന്റെ ആദ്യത്തെ പ്രൊഡ്യൂസറെ സമീപിച്ചു, അർജുൻ എന്ന് പറഞ്ഞ ആള്, അർജുൻ രവീന്ദ്രൻ. പുള്ളി എനിക്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവശ്യമില്ല ഈ പടത്തിൽ, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി. പുള്ളിനെ ട്രാപ്പ് ചെയ്തിട്ട് ആ പടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടാണ് ഈ പുള്ളി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ജോർജിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആര്? ഈ ഡയറക്ടർ. ഈ പുഴുവിന്റെ ഒരു ഉള്ളടക്കം അത് ഈ മറ്റ് മതവിഭാഗങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ മോഡലായിട്ടുള്ള ഒരു ഉള്ളടക്കമാണ് എന്നത് നമ്മൾ
നേരത്തെ തന്നെ പരാതിയായി ഉയർന്നതാണ് താങ്കളുടെ അഭിമുഖം നടക്കുന്ന സമയത്ത്. അതിനുശേഷം മമ്മൂട്ടി പറഞ്ഞിട്ട് പല സിനിമകളിലും പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ, പല സിനിമകളുടെയും മേക്കിംഗ്, ഇതിലൊക്കെ മമ്മൂട്ടിക്ക് ആ ഒരു നിലപാടുണ്ട് എന്നൊരു ആരോപണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. താങ്കളുടെ അറിവിൽ അല്ലെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ ലഭിച്ച തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ ആരോപണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് എന്റെ ഭാര്യയുടെ മേലിൽ അടിച്ചേൽക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. കാരണം അവര് വളരെ വർഷങ്ങളായിട്ട് മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു കഥ ചെയ്യാതെ, ആ സമയത്ത് കോവിഡ് റീസൺ ഉണ്ടായിരുന്നു. അതൊരു ട്രാവലിംഗ് മൂവിയാണ്, അതൊരു ത്രൂ ഔട്ട് വളരെ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, വാക്സിൻ പോലും ഇറങ്ങിയിട്ടില്ല. ആ സമയത്ത് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മൂവി ചെയ്യണം, കാരണം അവർ അതിനായിട്ട് ഇവിടുന്ന് പോയ ആളാണ്. അപ്പൊ അതിന്റെ സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, കാരണം ഈ ഒരു സംഗതി നടന്നില്ലെങ്കിൽ അവർക്ക് മാനസിക പ്രയാസങ്ങളും കാര്യങ്ങളും. അപ്പൊ അതിനു വേണ്ടിയിട്ട് പുള്ളി സഹായിച്ചതാണ് അത്, ഈ സബ്ജക്ട് ചെയ്യുക. അപ്പൊ പിന്നെ പുള്ളി ഉണ്ടന്റെ റൈറ്ററെ വിളിക്കുന്നു, ഋത്തിനൊക്കെ വേണ്ടിയിട്ട് ഇനി ഒരു ചെറിയ സാധനം എന്തെങ്കിലും എഴുതണം, മാക്സിമം ഇൻഡോർ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒരു സംഗതി ഉണ്ട്, പക്ഷെ മമ്മൂക്ക തയ്യാറാവുമോ എന്നുള്ളത് എനിക്കറിയില്ല, ഒരു നെഗറ്റീവ് റോളാണ് എന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി തയ്യാറായി അതിനകത്ത്. അല്ലാതെ ഇത്തരത്തിലൊരു ആ ഒരു നിലപാട്, അതായത് അന്യമത വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ സ്പ്രെഡ് ചെയ്യണമെന്നൊരു അജണ്ട ഈ ടീമിനുണ്ടോ, പുഴു എന്ന ടീമിനുണ്ടോ? അല്ല, അത് മമ്മൂട്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം അത്രമാത്രം ഒരു ഇതുള്ള ആളാണോ എന്നറിയില്ല. പക്ഷെ റൈറ്ററുടെ കാഴ്ചപ്പാട് അതാണ്. ഇത് റൈറ്ററുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പക്ഷെ റൈറ്ററെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവന്റെ അടുത്ത് ആ സമയത്ത് തട്ടിക്കൂട്ടി ഒന്ന് കൊടുക്കാൻ പറഞ്ഞാൽ അവന്റെ കയ്യിലുള്ളതെല്ലാം അവന് കൊടുക്കാൻ പറ്റും. ഈ തിരക്കഥ എന്നൊക്കെ പറയുന്നത് മാസങ്ങളെടുത്ത് എഴുതേണ്ട, വർഷങ്ങളെടുത്ത് എഴുതേണ്ട സാധനം. അപ്പൊ അവന്റെ കയ്യിൽ അതുണ്ട്, അവനത് കൊടുത്തു. അത് ചെയ്യാൻ ഇദ്ദേഹം തയ്യാറായി. പിന്നെ അതിൽ വേണ്ടത് ഒരു നല്ല, ആദ്യം ഒരു പ്ലാൻ ചെയ്തത് വേറെ ആർട്ടിസ്റ്റിനെ ആയിരുന്നു. പാർവതി തയ്യാറായി എന്ന് കേട്ടപ്പം മമ്മൂട്ടിക്ക് കൂടുതൽ ഹാപ്പി ആയി. കാരണം അതുവരെ പാർവതിയും മമ്മൂട്ടി ആ ഫൈറ്റ് നിലനിൽക്കുന്നുണ്ടായിരുന്നു, മറ്റേ കസബ വിഷയമായിട്ട്. അത് ഈ പുഴുവോട് കൂടിയിട്ട് റത്തീന അത് സോൾവ് ചെയ്ത് കൊടുത്തു. അത് സോൾവ് ആയി, അവർ തമ്മിൽ ആ പണക്കങ്ങളൊക്കെ മാറ്റി. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ആ പടം വേറൊരു ലെവലിലായി മാറി. പറയുന്ന പോലെയുള്ള ഈ ഹവാല ഇടപാടുകൾ, ഇതിപ്പോ താങ്കൾ കൂടി ഡയറക്ടർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ, അത് ഇനി താങ്കളെ ബാധിക്കില്ലേ? അല്ല, ഞാൻ സിനിമയിൽ എനിക്ക് യാതൊരു വിധ റോളും ഇല്ലല്ലോ. എന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഒന്നും അല്ലല്ലോ. ഡയറക്ടർ ആയിരുന്നു എന്നതുപോലെ ഇല്ല, ഞാനത് അവർക്ക് വേണ്ടിയിട്ട് ലണ്ടൻ ടാക്കീസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവർക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരുന്നു ഒരു പുഴുവിന്റെ സമയത്ത്, 2019 പുഴുവിന്റെ മുമ്പേ. പക്ഷെ അതിലല്ല ഈ പടം ചെയ്തത്. അതില് പിന്നെ രാജേഷ് കൃഷ്ണ ഇൻവെസ്റ്റർ ആയിട്ട് വന്നു, ഞാൻ ഫണ്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയവര്. പിന്നെ അവരുടെ മാത്രം കമ്പനിയായി മാറിയത്. പക്ഷെ അതും പുഴുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതില് പിന്നെ എല്ലാം ദൈവം നിശ്ചയിക്കുന്ന പോലെയല്ലേ വരുള്ളൂ. അത് അവര് ഒരു ഭാവനെ വെച്ചിട്ട് ഒരു പടം ചെയ്തു, 8 നിലയിൽ പൊട്ടിയത്. അതോടുകൂടെ അത് തീരുമാനമായി ആ കമ്പനിയുടെ കാര്യം. അത് ഞാൻ അവരുടെ വളർച്ചയും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവരും ഞാനും കൂടെ അവർക്കൊരു 95% അവർക്ക് മാത്രം ഷെയർ വെച്ചും കൊണ്ട്, ഞാൻ ഒരു 5% വെച്ചും കൊണ്ട് ഞങ്ങൾ രണ്ടാളും ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. അതിൽ അഡീഷണൽ ഡയറക്ടറായിട്ടാണ് രാജേഷ് കൃഷ്ണ വരുന്നത്. അവൻ വന്നപ്പോ അവർക്ക് എന്നെ ആദ്യം അതിൽ നിന്ന് എടുത്ത് മാറ്റണം, നമ്മുടെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോ. അപ്പൊ ഒബ്വിയസ്ലി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ 95% ഓഹരിയുള്ള ഒരാൾക്ക് ഡിസൈഡ് ചെയ്യാം ഡയറക്ടറെ മാറ്റുന്ന കാര്യം. കാരണം അവരാണ് അത്രയും മേജർ ഷെയർ ഹോൾഡർ. അപ്പൊ അവര് ആ സമയത്ത് എന്റെ മെൻസി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അവരവരുടെ പേര് മാറ്റി, എന്റെ പേര് കട്ട് ചെയ്ത് മാറ്റി. അവർ ആധാറിലും കാര്യങ്ങളൊക്കെ എന്റെ പേര് ചേർത്ത് നിങ്ങൾ ഉയരയുടെ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി, അതിലൊക്കെ എന്റെ പേര് ചേർത്തും കൊണ്ടാണ് അവരുടെ പേര്. അതേപോലെയാണ് അവർ ആധാർ കാർഡും പാസ്പോർട്ടൊക്കെ. പാസ്പോർട്ട് ഇപ്പോഴും അത് തന്നെയാണ്, മാറ്റിയിട്ടില്ല, മാറ്റാൻ പറ്റിയിട്ടില്ല. ആധാറും കാര്യങ്ങളും അവരുടെ പേരൊക്കെ അവർ മാറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ എന്നെയും കമ്പനിയിൽ നിന്ന് അവർ 95% ഷെയറിന്റെ പവർ വെച്ചും കൊണ്ട് എന്നെ അവർ റിമൂവ് ചെയ്തു. അവരുടെ 2 പേരുടെ കമ്പനി മാത്രമായി. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകൾക്കെതിരെ ഇപ്പോ ആരോപണം വന്നു കഴിഞ്ഞു. പലരും സംശയത്തിന്റെ നിഴലിലാണ്, നിരപരാധികൾ പോലും സംശയത്തിന്റെ നിഴലിലാണ്. ഇപ്പോ പക്ഷെ ആ ഒരു സംശയത്തിന്റെ ഒക്കെ നിഴലിനും അതീതനായി നിൽക്കുന്ന ഒരു നടനാണ് ഒരു പരിധിവരെ മമ്മൂട്ടി എന്ന്. മമ്മൂട്ടിക്ക് ഇക്കാര്യത്തിൽ പൊതുവെ നമ്മുടെ പ്രേക്ഷകർ ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്.
അതിന് വിരുദ്ധമായ ആരോപണങ്ങളാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ തെളിവുകൾ അത്രമാത്രം ശക്തമാണ് എന്ന് വിചാരിക്കുന്നു. തെളിവുകൾ ശക്തമാണ്. അത് മാത്രമല്ല, നിങ്ങൾ ധരിക്കുന്ന പോലെയല്ല സംഗതികള്. എനിക്ക് പുറത്തുനിന്നും ഇൻഫർമേഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഇൻഫർമേഷൻസ് ഒക്കെ എന്റെ ബുക്കിൽ വളരെ വ്യക്തിയായിട്ടുണ്ടാവും. എന്നെപ്പോലെ തന്നെ എഫക്റ്റ് ആയ പല ആൾക്കാരും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പല സ്ഥലത്ത് വെച്ചിട്ടാണ് ആൾക്കാർ എഫക്റ്റ് ആയിരിക്കുന്നത്. അതൊക്കെ അതിന്റെ എല്ലാം പണിപ്പുറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സെപ്റ്റംബറിൽ ഇറങ്ങേണ്ട എന്റെ പുസ്തകം വീണ്ടും ഡിസംബറിലോട്ട് മാറ്റുന്നത്. കാരണം എനിക്കിപ്പോ ഇൻപുട്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടായിരിക്കും പുസ്തകം വരിക. അപ്പം നിങ്ങൾ ധരിക്കുന്ന പോലെയുള്ള ആളല്ല എന്തായാലും. നിങ്ങളിപ്പോ ഇത് നാളെ ഇന്നോ നാളെയോ എപ്പോഴാണെന്ന് അറിയില്ല ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഓഫ് ചെയ്യണം. എന്റെ ഫാൻസ് ഇളകും. കാരണം എന്റെ നമ്പർ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന നമ്പറാണ്. എന്റെ എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഉള്ള നമ്പർ. എനിക്ക് ആ നമ്പർ മാറ്റാൻ പറ്റില്ല. ഫാൻസിന് ഓൾറെഡി നമ്പർ കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ സമയത്ത് തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടമാനം ആൾക്കാർ പല ഇന്റർനെറ്റ് കോൾസും അത് ഇവിടുന്ന് വിളിച്ചിട്ട് പച്ചത്തെറിയാണ് പറയുന്നത്. ഭീഷണിയുണ്ട്. ചെന്നൈയിൽ വന്നിട്ട് വരെ തട്ടുന്നു. നീ താമസിക്കുന്ന സ്ഥലം വരെ നമുക്കറിയാം. നീ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നിന്നെ തട്ടുന്നു വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്റെ ഒരു ബന്ധുണ്ട് ഇവിടെ. പുള്ളി നമ്മളെ സലീം അഹമ്മദിന്റെ സുഹൃത്താണ്, ഡയറക്ടർ. പുള്ളി സലീം അഹമ്മദായിട്ട് സംസാരിച്ചു. അങ്ങനെ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരെ വിളിച്ചിട്ടാണ് അവസാനം അത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടത്. കൂടുതൽ വഷളാവും. കാരണം ദോഷ അവർക്ക് തന്നെ, എനിക്കല്ല. ജനിച്ചു കഴിഞ്ഞാൽ എന്നാലെങ്കിലും ഒരു ദിവസം മരിക്കണം. മരണത്തിനെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഒരു ദിവസം മരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം റെക്കോർഡ് ചെയ്യപ്പെടുകയല്ലേ. ഇതൊക്കെ തിരിഞ്ഞ് അവർക്ക് തന്നെയല്ലേ വരിക എനിക്ക് വല്ലതും സംഭവിച്ചാൽ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരിക്കും ഇത്. ശരിക്കും ഹേമ കമ്മിറ്റി ഇപ്പൊ ഈ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ 2 പരാതികൾ ഇപ്പൊ മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ. പരാതികൾ ഉണ്ടെങ്കിൽ സ്വീകരിക്കും ഹേമ കമ്മിറ്റിന്റെ അടിസ്ഥാനത്തിൽ. ഞാൻ 2022-ലും 2023-ലൊക്കെ കൊടുത്ത പരാതികൾ, അല്ലെ 2021-ലും 2022-ലൊക്കെ കൊടുത്ത പരാതികൾ ഇന്നും FIR ഇടാതെ ഈ പി ശശിന്റെ ഇൻവോൾവ്മെന്റ് കാരണം വെച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ടാഗ് ചെയ്തും കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടാഗ് ചെയ്തും കൊണ്ട് ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. എന്റെ പരാതികൾ ഇന്ന സ്റ്റേഷനിലുണ്ട്, നിങ്ങൾ FIR ഇടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും എന്റെ പരാതി CM സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അക്നോളജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പും ആയിട്ടില്ല. പിന്നെ ഈ പറയുന്നതിൽ അർത്ഥമുള്ളത്, താങ്കൾക്കെതിരെ ഇപ്പോ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 ശക്തികളുണ്ട്. ഒന്ന്, താങ്കൾ ആദ്യ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് പോലെ ഈ രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തിയ എനിക്ക് തോന്നുന്നു MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകനാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും പാർട്ടിയുടെ ഭാഗത്തു നിന്നും താങ്കൾക്കെതിരെ ഒരു നീക്കമുണ്ട് എന്ന് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിന്റെ മൊത്തമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ അല്ല, പി ശശിയൊക്കെ ഇപ്പൊ ഇതിനകത്ത് ഇടപെടുകയാണ്, സംശയിക്കുന്നില്ല. കാരണം ഗോവിന്ദൻ മാഷക്ക് രാജേഷ് കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം മാഷിന്റെ മകന്റെ പല സംഗതികളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പൊട്ടിയ പ്രശ്നമാണ്. മാഷ് UK പോയി കഴിഞ്ഞാൽ ഇവന്റെ വീട്ടിലാണ്, ഇവന്റെ കൂടെയാണ്, ഇവനെ ഫുൾ ടൈം ഇവന്റെ കൂടെയാണ്. ഇവര് ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആണ്. മാഷും രാജേഷും മാത്രമല്ല, ആ എൻറ്റയർ ഫാമിലി. സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ ഫോട്ടോസ് ഉണ്ട്, അവർ കണക്റ്റഡ് ആണ്. ഒന്നത് പി ശശി എന്നുള്ളത് അതൊരു വേറെ, പി ശശിന്റെ ഒരു ഇതറിയാലോ, പി ശശിക്ക് എന്തിനാണ് പാർട്ടി നടപടി എടുത്തതെന്നുള്ളത്. പാർട്ടി നടപടി എടുത്ത ഒരു കേസുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ മാസം കൂടി കണ്ണൂരിലെ ഒരു പഴയ MLA, ഒരു പ്രമുഖ നേതാവ് CKP, അദ്ദേഹം പറഞ്ഞല്ലോ എന്നെ രോഗിയാക്കിയത് പാർട്ടിയാണ്. എന്റെ മകളടുത്ത് മോശമായിട്ട് പെരുമാറിയത് ഞാൻ പാർട്ടിയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചപ്പം എന്നെ അഴിമതിയുടെ പേരിൽ പാർട്ടി എനിക്കെതിരെ നടപടി എടുത്ത്. അതിന്റെ കാരണം ആരാ? പി ശശിയാണ്. അപ്പൊ പി ശശിന്റെ പല സംഗതികളും രാജേഷിന്റെ അടുത്തുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെന്റുകള്, സെറ്റിൽമെന്റ് കേസുകള്, സെറ്റിൽമെന്റിന്റെ ഫണ്ട് റൊട്ടേഷൻ. അപ്പൊ അവര് 2 ഭാഗത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തോമസ് ഐസക്, ഞാൻ CPM ആ പഴയ ഇന്റർവ്യൂവിലും പറഞ്ഞത് 3-4 പേരെ പറ്റിയിട്ട് അടക്കി മറിഞ്ഞ മാഷല്ല, മാഷിന്റെ മകൻ. മാഷ് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് മനുഷ്യനാണ്, വളരെ കറകളഞ്ഞൊരു മനുഷ്യനാണ്, നന്നായിട്ട് അറിയാം. കോടിയേരി ഇവിടെ അഡ്മിറ്റ് ആയ സമയത്തൊക്കെ ഞാൻ പേഴ്സണലായിട്ട് മാഷിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ N ശ്രീരാമകൃഷ്ണൻ, പുള്ളിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, പുള്ളി എന്താന്നുള്ളത് ഞാൻ പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. പിന്നെ പി ശശി, പിന്നെ ഉള്ളത് തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിനെ പണങ്ങി അമേരിക്കയിലേക്ക് പോകാൻ തന്നെ കാരണം എന്താണെന്നുള്ളത്
ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. ഒന്നും കൂടുതൽ പറയേണ്ടിയില്ലല്ലോ. ഇവരൊക്കെയാണ് ഇവന്റെ കൂട്ടുകെട്ട്. അപ്പൊ എന്തായാലും രണ്ട് വലിയ ലോബികൾക്കെതിരെയാണ് താങ്കളുടെ പോരാട്ടം. ഡിസംബറിൽ പുസ്തകം പുറത്ത് അതെ, ഇതിൽ എനിക്കൊന്നും നേടാനൊന്നുമില്ല. ഇപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്റെ മക്കളായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഞാനിപ്പോ ഓൾമോസ്റ്റ് 1 ഇയറിന് മേലെയായി. കാരണം ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഫാമിലി കോർട്ടിൽ പോലും മമ്മൂട്ടിയുടെ ഓഫീസ് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടൊരു വൺ സൈഡ് ഓർഡർ അവർ വാങ്ങിയിരിക്കുന്നത്. ഞാൻ അതിനെതിരെ ഇപ്പൊ ഹൈക്കോർട്ടിൽ അപ്പീലിൽ പോയിട്ടുണ്ട്. എന്റെ ഭാഗം കേൾക്ക പോലും ചെയ്യാതെ ഒരു കസ്റ്റഡി പെറ്റീഷൻ കൊണ്ടുപോയി ഇടുന്നു. രണ്ടാമത്തെ നാള് കസ്റ്റഡി പെറ്റീഷൻ ഓർഡർ ആകുന്നു. എനിക്ക് പെറ്റീഷൻ ഇന്ന് ഫയൽ ചെയ്യുന്നു കൊച്ചിയിൽ. എനിക്ക് നോട്ടീസ് അയക്കുന്നു. നോട്ടീസ് കിട്ടാൻ തന്നെ 3 ദിവസമാവും പോസ്റ്റലിൽ ഇവിടെ വരാൻ. അതുപോലും തരാതെ നോട്ടീസ് അവിടുന്ന് ഇഷ്യൂ ചെയ്തതിനു ശേഷം അടുത്ത ദിവസം ഓർഡർ അവർക്ക് കസ്റ്റഡി വിട്ടും കൊണ്ട്. അന്വേഷിച്ചപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഇതിനൊക്കെ, ഇത് ആരെ പേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? അവർക്ക് എന്താണ്, അവര് ഫാമിലി പ്രശ്നമുണ്ട്, ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാൻ പറഞ്ഞ ഒഴിവാക്കിയ പോരെ. അതിനു പകരം എന്തിനാണ് അവർ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? വക്കീലിനെ റെഫർ ചെയ്യുന്നു. ആ വക്കീൽ വന്നിട്ട് കോടതിയിൽ തന്നെ പച്ചയായിട്ട് പറയുന്നു ഞാൻ ഇങ്ങനെ വന്ന ആളാണെന്ന്. ഫാമിലി കോടതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വൺ സൈഡ് ഓർഡർ വരുന്നു. ആ ഓർഡർ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അതിനകത്ത് പറയുന്നത് ഒരു ജഡ്ജും അങ്ങനെയുള്ള ഒരു മനസാക്ഷിയുള്ള ഒരു ജഡ്ജും അങ്ങനെ ഒരു ഓർഡർ പാസ് ചെയ്യില്ല. എന്താ പറയുന്നതെന്നറിയോ? എന്റെ കുട്ടികളെ ഞാൻ അവര് പഠിക്കുന്ന സ്കൂളിലോ അല്ലെങ്കിൽ അവർ താമസിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഫോണിലോ യാതൊരു രീതിയിലും ബന്ധപ്പെടാൻ പാടില്ല. അവര് പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചർ, അധ്യാപകന്മാര് ഇവരായിട്ടൊന്നും യാതൊരു ബന്ധവും പാടില്ല. പക്ഷെ ഫീസും കാര്യങ്ങളെല്ലാം ഞാൻ പേ ചെയ്യണം. അതിപ്പോ തൽക്കാലം ഇപ്പൊ കഴിഞ്ഞ 2 ടേം 3 ടേം ആയിട്ട് ഞാൻ പേ ചെയ്തിട്ടില്ല. എന്തായി അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ ഞാൻ ചെയ്യണം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓർഡർ ഒരു മനസാക്ഷിയുള്ള ഒരു ജഡ്ജി കൊടുക്കുമോ? കുട്ടികൾ പഠിച്ചു വളരേണ്ട പ്രായത്തിൽ അവരുടെ പേരൻസിന് കൺട്രോൾ വേണ്ടേ? പേരൻസിന്റെ കൺട്രോൾ ഇല്ലാതെ അവര് വളർന്ന് ഇപ്പൊ തന്നെ എന്റെ ഇവിടുന്ന് അവൻ മൂത്ത മകൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവൻ 70% മാത്സിൽ മാർക്ക് സ്കോർ ചെയ്ത ആളാണ്. അവിടെ പോയപ്പോ ഇപ്പം മാത്സ് റിമൂവ് ചെയ്യേണ്ട വന്നു 10th മുതൽ. കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ശ്രദ്ധയില്ല. കാരണം ഇവര് ഫിലിമുമായിട്ട് പോവാണ്. നമ്മളാണ് അവിടെ 2021 വരെ സമയം കിട്ടുന്നതൊക്കെ പോയി നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നോക്കാൻ ആളില്ല. അപ്പൊ അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി എന്റെ വക്കീൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോയി ഫയൽ ചെയ്തിട്ട് പോലും അത് കേൾക്കാതെയാണ് ഈ ജഡ്ജിന്റെ ഓർഡർ. ടീച്ചേഴ്സായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, കോളേജിൽ പോകാൻ പാടില്ല, അവരെ റോട്ടിൽ വെച്ച് കാണാൻ പാടില്ല, അവർ താമസിക്കുന്നിടത്ത് പോകാൻ പാടില്ല. അങ്ങനെ ഇപ്പൊ 1 വർഷമായി ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഇത്രമാത്രം ദ്രോഹം എന്നോട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തത്? പുള്ളിക്ക് എന്റെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കുടുംബത്തിന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ല, അവരുടെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ വരട്ടെ, ഒരു അറിയപ്പെടട്ടെ, ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയായി മാറട്ടെ എന്നുള്ളത് ചെയ്തു കൊടുത്തതോ? നമ്മുടെ സമുദായത്തിൽ സാധാരണ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ പഴയ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. പക്ഷെ അതൊക്കെ എതിർപ്പുകളെ അവഗണിച്ചും കൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇന്ന് എന്റെ അവസ്ഥ എന്താണ്? ഇത് എനിക്ക് ഇതിനകത്ത് വിജയം എന്ന് പറയുന്നത് ഇതൊക്കെ തുറന്നു കാണിക്കാന്നുള്ളതാണ്. ഇത് വിജയിച്ചിട്ട് ഇതിലൊന്നും നേടാനില്ല. ഇതൊക്കെ തുറന്നു കാണിക്കുക. ഇങ്ങനെയുള്ള ആവാല പണങ്ങളും കള്ള ഇടപാടുകളും അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേമ കമ്മിറ്റിയിൽ പറഞ്ഞ പോലെയുള്ള സംഗതികൾ സിനിമയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ കുടുംബം തകർക്കാൻ പാടില്ലല്ലോ. അതിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? എല്ലാവർക്കും കുടുംബം എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് പ്രൈം പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ കുടുംബമാണ്. അത് നീ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് തകരാന്ന് പറഞ്ഞാൽ പിന്നെ ആ ഇൻഡസ്ട്രിക്ക് എന്ത് വാല്യൂ ഉള്ളത്? അതിന് ഇത്രയും വലിയ ഒരാൾ കൂട്ടു നിൽക്കുകയാണ് അതിന്. കേരളം അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അത്രയും അറിയപ്പെടുന്ന ഒരു മഹാമനുഷ്യൻ കൂട്ടു നിൽക്കുകയാണ്. താങ്കൾ ഈ ഇത്രയധികം വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി നടത്തി, മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുടെയോ ഭാഗത്ത് നിന്ന്, എനിക്ക് തോന്നുന്നു രാജേഷ് കൃഷ്ണ സംസാരിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്? ഇല്ല. പക്ഷെ പുള്ളിയുടെ മകന്റെ മാനേജർമാരൊക്കെ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവർക്ക് പകുതി കഥകളെ അറിയുള്ളൂ. ഫുൾ കഥകൾ കേട്ട് അവരെന്താന്നുള്ളതിനൊരു സൊല്യൂഷൻ ആയിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം അവർ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പുള്ളിയുടെ ദുൽഖറിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു
മാസം മുമ്പ് നിങ്ങളുടെ മാനേജേഴ്സ് ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതിന് റെസ്പോൺസ് ഒന്നും ഇല്ല. അവര് ചിലപ്പോൾ അത് കഥ അറിയാൻ വേണ്ടി വിളിച്ചതാണോ, പിന്നെ അത് അവര് ഇടപെടാൻ നോക്കിയിട്ട് അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും താങ്കൾ പറയുന്നതനുസരിച്ച് വലിയൊരു അനീതി താങ്കളുടെ കുടുംബജീവിതത്തിന് നേരെ നടന്നിരിക്കുന്നു. അതിന് എതിരെയുള്ള പോരാട്ടം, അതിനുള്ള തെളിവുകൾ താങ്കളുടെ കയ്യിൽ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതൊരു പുസ്തക രൂപത്തിൽ ഉടൻ തന്നെ പുറത്തു വരുന്നു എന്നും താങ്കൾ പറയുന്നു. എന്തായാലും സ്വാഭാവികമായി താങ്കൾക്ക് കിട്ടേണ്ടിയിരുന്ന നീതി നിഷേധിക്കപ്പെട്ടു എങ്കിൽ തീർച്ചയായും താങ്കളുടെ പോരാട്ടം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.